ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എസ് പി ട്യൂട്ടോറിയൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷാണ്. ബേസിക് ആയിട്ടുള്ള 100-ൽ പരം സെൻറ്റൻസുകളാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വോയിസിൻ്റെ കൂടെ തന്നെ നിങ്ങളും സംസാരിച്ചു കൊണ്ട് ഈ സെൻറ്റൻസുകളൊക്കെ മനസ്സിൽ ഉറപ്പിക്കുക. നമുക്ക് നേരിട്ട് സെൻറ്റൻസിലേക്ക് പോവാം. ഫസ്റ്റ് സെൻറ്റൻസ്, ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഒരാൾ നമ്മളോട് വാട്ട് ആർ യു ഡൂയിങ് നൗ, നിങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന 100-ൽ പരം സെൻറ്റൻസുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷി ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ബാബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ബാബു ഇംഗ്ലീഷ് പഠിക്കുന്നു. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിക്കുന്നു. വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ദേ ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു. അനു ആൻഡ് വിനു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അനുവും വിനുവും ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഐയുടെ കൂടെ ആം എന്നുള്ള ടേമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഹി, ഷീ, ബാബു ഇതൊക്കെ ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാവുമ്പോൾ നമ്മൾ ഈസ് എന്നുള്ള ടേമാണ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഹി ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഷി ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ബാബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഒരാളെ സൂചിപ്പിക്കുന്നതാണ് ഈസ്. എന്നാൽ യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. യുടെ മീനിങ് നീ, നിങ്ങൾ, താങ്കൾ എന്നുള്ളതൊക്കെയാണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയാണ് യു എന്ന് സൂചിപ്പിക്കുന്നത്. യുടെ കൂടെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആർ എന്നുള്ള ടേം ഉപയോഗിക്കുന്നു. ദേ ആർ സ്റ്റഡി ഇംഗ്ലീഷ്. വി ആർ സ്റ്റഡി ഇംഗ്ലീഷ്. അനു ആൻഡ് വിനു ആർ സ്റ്റഡി ഇംഗ്ലീഷ്. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ, അനു ആൻഡ് വിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര്. ഇതൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആർ എന്നുള്ള ടേമാണ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിംഗുലർ ആവുമ്പോൾ ഈസും, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ആറും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐയുടെ കൂടെ ആം, ഇയുടെ കൂടെ ആറ്. ഇത്ര കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാവേണ്ടതുള്ളൂ. നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതുകയാണ്. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അവനൊരു കത്ത് എഴുതുന്നു. ഷി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അവളൊരു കത്ത് എഴുതുന്നു. ബാബു ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ബാബു ഒരു കത്ത് എഴുതുന്നു. യു ആർ റൈറ്റിംഗ് എ ലെറ്റർ. നീ ഒരു കത്ത് എഴുതുന്നു. ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതുന്നു. വി ആർ റൈറ്റിംഗ് എ ലെറ്റർ. ഞങ്ങളൊരു കത്ത് എഴുതുന്നു. അനു ആൻഡ് വിനു ആർ റൈറ്റിംഗ് എ ലെറ്റർ. അനുവും വിനുവും ഒരു കത്തെഴുതുന്നു. ഐ എം റീഡിംഗ് എ ബുക്ക്. ഞാനൊരു പുസ്തകം വായിക്കുന്നു. ഹി ഈസ് റീഡിംഗ് എ ബുക്ക്. അവൻ ഒരു പുസ്തകം വായിക്കുന്നു. ഷി ഈസ് റീഡിംഗ് എ ബുക്ക്. അവൾ ഒരു പുസ്തകം വായിക്കുന്നു. ബാബു ഈസ് റീഡിംഗ് എ ബുക്ക്. ബാബു ഒരു പുസ്തകം വായിക്കുന്നു. യു ആർ റീഡിംഗ് എ ബുക്ക്. നീ ഒരു പുസ്തകം വായിക്കുന്നു. ദേ ആർ റീഡിംഗ് എ ബുക്ക്. അവർ ഒരു പുസ്തകം വായിക്കുന്നു. വി ആർ റീഡിംഗ് എ ബുക്ക്. ഞങ്ങളൊരു പുസ്തകം വായിക്കുന്നു. അനു ആൻഡ് വിനു ആർ റീഡിംഗ് എ ബുക്ക്. അനുവും വിനുവും ഒരു പുസ്തകം വായിക്കുന്നു. ഐ ആം ഈറ്റിംഗ് ലഞ്ച്. ഞാൻ ലഞ്ച് കഴിക്കുന്നു. ഹി ഈസ് ഈറ്റിംഗ് ലഞ്ച്. അവൻ ലഞ്ച് കഴിക്കുന്നു. ഷി ഈസ് ഈറ്റിംഗ് ലഞ്ച്. അവൾ ലഞ്ച് കഴിക്കുന്നു. ബാബു ഈസ് ഈറ്റിംഗ് ലഞ്ച്. ബാബു ലഞ്ച് കഴിക്കുന്നു. യു ആർ ഈറ്റിംഗ് ലഞ്ച്. നീ ലഞ്ച് കഴിക്കുന്നു. ദേ ആർ ഈറ്റിംഗ് ലഞ്ച്. അവർ ലഞ്ച് കഴിക്കുന്നു. വി ആർ ഈറ്റിംഗ് ലഞ്ച്. ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നു. അനു ആൻഡ് വിനു ആർ ഈറ്റിംഗ് ലഞ്ച്. അനുവും വിനുവും ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഐ എം വാച്ചിങ് ടി വി. ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ടി വി കാണുന്നു. ഹി ഈസ് വാച്ചിങ് ടി വി. അവൻ ടി വി കാണുന്നു. ഷി ഈസ് വാച്ചിങ് ടി വി. അവൾ ടി വി കാണുന്നു. ബാബു ഈസ് വാച്ചിങ് ടി വി. ബാബു ടി വി കാണുന്നു. യു ആർ വാച്ചിങ് ടി വി. നീ ടി വി കാണുന്നു. ദേ ആർ വാച്ചിങ് ടി വി. അവർ ടി വി കാണുന്നു. വി ആർ വാച്ചിങ് ടി വി. ഞങ്ങൾ ടി വി കാണുന്നു. അനു ആൻഡ് വിനു ആർ വാച്ചിങ് ടി വി. അനുവും വിനുവും ടി വി കാണുകയാണ്. ഐ എം ഡ്രിങ്കിങ് കോഫി. ഞാൻ കാപ്പി കുടിക്കുന്നു. ഹി ഈസ് ഡ്രിങ്കിങ് കോഫി. അവൻ കാപ്പി കുടിക്കുന്നു. ഷി ഈസ് ഡ്രിങ്കിങ് കോഫി. അവൾ കാപ്പി കുടിക്കുന്നു. ബാബു ഈസ് ഡ്രിങ്കിങ് കോഫി. ബാബു കാപ്പി കുടിക്കുന്നു. യു ആർ ഡ്രിങ്കിങ് കോഫി. നീ കാപ്പി കുടിക്കുന്നു. ദേ ആർ ഡ്രിങ്കിങ് കോഫി. അവർ കാപ്പി കുടിക്കുന്നു. വി ആർ ഡ്രിങ്കിങ് കോഫി. ഞങ്ങൾ കാപ്പി കുടിക്കുന്നു. അനു ആൻഡ് വിനു ആർ ഡ്രിങ്കിങ് കോഫി. അനുവും വിനുവും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഐ എം ലേണിംഗ് മാത്ത്. ഞാൻ
മാത്തമാറ്റിക്സ് അഥവാ കണക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഈസ് ലേണിംഗ് മാത്ത്. അവൻ കണക്ക് പഠിക്കുന്നു. ഷീ ഈസ് ലേണിംഗ് മാത്ത്. അവൾ കണക്ക് പഠിക്കുന്നു. ബാബു ഈസ് ലേണിംഗ് മാത്ത്. ബാബു കണക്ക് പഠിക്കുന്നു. യു ആർ ലേണിംഗ് മാത്ത്. നീ കണക്ക് പഠിക്കുന്നു. ദേ ആർ ലേണിംഗ് മാത്ത്. അവർ കണക്ക് പഠിക്കുന്നു. വി ആർ ലേണിംഗ് മാത്ത്. ഞങ്ങൾ കണക്ക് പഠിക്കുന്നു. അനു ആൻഡ് വിനു ആർ ലേണിംഗ് മാത്ത്. അനുവും വിനുവും കണക്ക് പഠിക്കുന്നു. ഐ എം കുക്കിംഗ് ഡിന്നർ. ഞാൻ അത്താഴം പാചകം ചെയ്യുന്നു. ഹി ഈസ് കുക്കിംഗ് ഡിന്നർ. അവൻ ഡിന്നർ കുക്ക് ചെയ്യുന്നു. ഷി ഈസ് കുക്കിംഗ് ഡിന്നർ. അവൾ ഡിന്നർ പാചകം ചെയ്യുന്നു. ബാബു ഈസ് കുക്കിംഗ് ഡിന്നർ. ബാബു ഡിന്നർ പാചകം ചെയ്യുന്നു. യു ആർ കുക്കിംഗ് ഡിന്നർ. നീ ഡിന്നർ പാചകം ചെയ്യുന്നു. ദേ ആർ കുക്കിംഗ് ഡിന്നർ. അവർ ഡിന്നർ പാചകം ചെയ്യുന്നു. വി ആർ കുക്കിംഗ് ഡിന്നർ. ഞങ്ങൾ ഡിന്നർ പാചകം ചെയ്യുന്നു. അനു ആൻഡ് വിനു ആർ കുക്കിംഗ് ഡിന്നർ. അനുവും വിനുവും ഡിന്നർ പാചകം ചെയ്യുന്നു. ഐ എം ട്രാവലിംഗ് ടു കാലിക്കറ്റ്. ഞാൻ കോഴിക്കോട് പോകുന്നു. ഹി ഈസ് ട്രാവലിംഗ് ടു കാലിക്കറ്റ്. അവൻ കാലിക്കറ്റ് പോകുന്നു. ഷി ഈസ് ട്രാവലിംഗ് ടു കാലിക്കറ്റ്. അവൾ കാലിക്കറ്റിലേക്ക് പോകുന്നു. ബാബു ഈസ് ട്രാവലിംഗ് ടു കാലിക്കറ്റ്. ബാബു കാലിക്കറ്റിലേക്ക് പോകുന്നു. യു ആർ ട്രാവലിംഗ് ടു കാലിക്കറ്റ്. നീ കാലിക്കറ്റിലേക്ക് പോകുന്നു. ദേ ആർ ട്രാവലിംഗ് ടു കാലിക്കറ്റ്. അവർ കാലിക്കറ്റിലേക്ക് പോകുന്നു. വി ആർ ട്രാവലിംഗ് ടു കാലിക്കറ്റ്. ഞങ്ങൾ കാലിക്കറ്റിലേക്ക് പോകുന്നു. അനു ആൻഡ് വിനു ആർ ട്രാവലിംഗ് ടു കാലിക്കറ്റ്. അനുവും വിനുവും കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഐ എം ടേക്കിംഗ് എ ഷവർ. ഞാൻ കുളിക്കുന്നു. ഹി ഈസ് ടേക്കിംഗ് എ ഷവർ. അവൻ കുളിക്കുന്നു. ഷി ഈസ് ടേക്കിംഗ് എ ഷവർ. അവൾ കുളിക്കുന്നു. ബാബു ഈസ് ടേക്കിംഗ് എ ഷവർ. ബാബു കുളിക്കുകയാണ്. യു ആർ ടേക്കിംഗ് എ ഷവർ. നീ കുളിക്കുകയാണ്. ദേ ആർ ടേക്കിംഗ് എ ഷവർ. അവർ കുളിക്കുന്നു. വി ആർ ടേക്കിംഗ് എ ഷവർ. ഞങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അനു ആൻഡ് വിനു ആർ ടേക്കിംഗ് എ ഷവർ. അനുവും വിനുവും കുളിക്കുകയാണ്. ഐ എം ലിസണിങ് ടു മ്യൂസിക്. ലിസണിങ്ങിൻ്റെ കൂടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടേമാണ് ടു എന്നുള്ളത്. ലിസണിങ് ടു. ഐ ആം ലിസണിങ് മ്യൂസിക് എന്ന് പറയുകയില്ല. ഐ ആം ലിസണിങ് ടു മ്യൂസിക്. ഞാൻ സംഗീതം കേൾക്കുന്നു. ഹി ഈസ് ലിസണിങ് ടു മ്യൂസിക്. അവൻ സംഗീതം കേൾക്കുന്നു. ഷി ഈസ് ലിസണിങ് ടു മ്യൂസിക്. അവൾ സംഗീതം കേൾക്കുന്നു. ബാബു ഈസ് ലിസണിങ് ടു മ്യൂസിക്. ബാബു സംഗീതം കേൾക്കുന്നു. യു ആർ ലിസണിങ് ടു മ്യൂസിക്. നീ സംഗീതം കേൾക്കുകയാണ്. ദേ ആർ ലിസണിങ് ടു മ്യൂസിക്. അവർ സംഗീതം കേൾക്കുകയാണ്. വി ആർ ലിസണിങ് ടു മ്യൂസിക്. ഞങ്ങൾ സംഗീതം കേൾക്കുകയാണ്. അനു ആൻഡ് വിനു ആർ ലിസണിങ് ടു മ്യൂസിക്. അനുവും വിനുവും സംഗീതം കേൾക്കുന്നു. ഐ എം പ്ലേയിങ് ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ്. ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കുന്നു. ഷി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അവൾ ഫുട്ബോൾ കളിക്കുന്നു. മെസ്സി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. മെസ്സി ഫുട്ബോൾ കളിക്കുന്നു. യു ആർ പ്ലേയിങ് ഫുട്ബോൾ. നീ ഫുട്ബോൾ കളിക്കുന്നു. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുന്നു. വി ആർ പ്ലേയിങ് ഫുട്ബോൾ. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു. അനു ആൻഡ് വിനു ആർ പ്ലേയിങ് ഫുട്ബോൾ. അനുവും വിനുവും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ഹി ഈസ് മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ഷി ഈസ് മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ബാബു ഈസ് മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ബാബു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. യു ആർ മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. നീ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയാണ്. ദേ ആർ മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അവർ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുകയാണ്. വി ആർ മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അനു ആൻഡ് വിനു ആർ മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അനുവും വിനുവും പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയാണ്.